ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ നവംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലിൻ്റെ അകത്ത് ചിത്രമുണ്ട്, അത് തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളത് തൊട്ട് വയ്ക്കുക. ഇന്ന് നമ്മൾ 3 നാളുകളാണ് പറയുന്നത്: മൂലം, പൂരാടം, ഉത്രാടം. ആദ്യം മൂലത്തെക്കുറിച്ച് പറയാം. സ്ഥിതിഗതികൾ അനുകൂലമായൊരു സമയമാണ്. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് സമാധാനം ഉണ്ടാകും. ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. നിലവിലെ സ്ഥിതി അതുപോലെ തന്നെ തുടരും. നിങ്ങൾ സാമ്പത്തികം മുടക്കിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനോ വിപുലീകരിക്കാനോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് ഗുണകരമാവില്ല ഈ സമയത്ത്. യാത്ര പതിവിലും കൂടുതലായിട്ട് വരും. യാത്രകൾ അതായത് ജന്മരാശി അധിപനായ വ്യാഴം ഉച്ചത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെല്ലുന്ന സദസ്സുകളിലൊക്കെ നിങ്ങൾ ബഹുമാനിക്കപ്പെടും. എന്നാൽ അഷ്ടമഭാവത്തിലാണ് നിൽക്കുന്നത് വ്യാഴം. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് വരും. വീട് പണിയൊക്കെ മെല്ലെയാകും. അതായത് വസ്ത്രങ്ങളും വില കൂടിയ ആഭരണമൊക്കെ വാങ്ങാൻ നിങ്ങൾ ധനം ചെലവാക്കും. കലാകാരന്മാർക്കൊക്കെ മികച്ച അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കാമുകന്മാർക്കും നല്ലതാണ്. ഇനി പൂരാടം നാളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീതിയുക്തമായ നടപടികളിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നൊരു സമയമാണ് നിങ്ങൾക്കിത്. ഇപ്പം കൃത്യനിഷ്ഠയും ഉൾക്കാഴ്ചയും നിറഞ്ഞ ഒരു പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കും. മേലധികാരികളൊക്കെ നിങ്ങളെ പ്രശംസിക്കും. നിങ്ങൾ എന്തെങ്കിലും വ്യാപാരത്തിനോ എന്തെങ്കിലും പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അംഗീകാരം ലഭിക്കും. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടാണെങ്കിലും ഔദ്യോഗികപരമായിട്ടാണെങ്കിലും യാത്രകൾ വേണ്ടി വരും. നിങ്ങളുടെ സൗഹൃദങ്ങളെല്ലാം ദൃഢമാകും. വ്യവസായമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് വിപുലീകരിക്കാൻ വായ്പയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കും. ഭൂമി സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. സമ്മാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ, മക്കളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇന്ന് നമുക്ക് പൂരാട നാളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഉത്രാട നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ നേട്ടം ഉണ്ടാകും. കരാറൊക്കെ പുതുക്കി കിട്ടും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരൊക്കെ പ്രശംസിക്കും. ഒരു പ്രോത്സാഹനം കിട്ടും നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക്. നിങ്ങളുടെ സാഹചര്യം പൊതുവെ മെച്ചപ്പെടുന്നതാണ്. ബന്ധങ്ങളുടെ ദൃഢത കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കടബാധ്യതകളൊക്കെ ക്ലേശിക്കും. കടബാധ്യതകളൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. യാത്രകൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കും. കവിതാക്കൾക്ക് നല്ലൊരു സമയമാണ്. വിവാഹ തടസ്സം മാറിക്കിട്ടും. പിന്നെ ആദായം കിട്ടും ഭൂമിയിൽ നിന്നൊക്കെ. അർഹതയ്ക്കത്ത പുതിയ ജോലിയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറാനും സാധിക്കും. ഇത്രയും കാര്യങ്ങളെന്ന് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.